ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന ഒരു പ്രതിഷേധത്തിന്റെ വിവരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. ശിശുക്ഷേമ സമിതിയിൽ 2.5 വയസ്സുകാരിക്ക് അതിക്രൂരമായി പീഡനമേറ്റതിന്റെ പ്രതിഷേധം ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കുകയാണ്. മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരുന്നു. ബാരിക്കേഡിന് മുകളിൽ കയറി പ്രവർത്തകർ പ്രതിഷേധിക്കുന്നതും നമ്മൾ കണ്ടു. ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി ലഭ്യമാകുന്ന വിവരം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരികയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു. ജയശങ്കർ, എന്താണ് വിവരങ്ങൾ? ജയശങ്കർ, മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം എങ്ങനെ? പ്രവർത്തകരാണ് ശിശുക്ഷേമ സമിതിയിലേക്ക് വലിയ പ്രതിഷേധമായി എത്തിയത്. ഈ പ്രതിഷേധത്തിന് നേരെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഈ ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി മുഴുവൻ പ്രവർത്തകരും ഈ ബാരിക്കേഡിന് മുമ്പിൽ നിന്ന് ഓടി മാറി ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെയുള്ളത്. ഈ പ്രവർത്തകർ ആദ്യഘട്ടത്തിലെത്തുകയും ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമം നടത്തി. ചില പ്രവർത്തകർ ബാരിക്കേഡിന് ഇടയിലൂടെ ഉള്ളിലേക്ക് നുഴഞ്ഞു കയറാനുള്ള ശ്രമം നടത്തി. പോലീസ് ഇതിനെ പ്രതിരോധിച്ചു. ഒപ്പം തന്നെ ചില പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലും കയറി. ഇതോടുകൂടിയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുക എന്നൊരു ദൗത്യത്തിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതോടുകൂടി ഈ ബാരിക്കേഡിന് മുമ്പിൽ നിന്ന് 30ഓളം പ്രവർത്തകർ ചിതറി ഓടുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും ആദ്യമായി ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം വീണ്ടും പ്രവർത്തകർ ഇങ്ങോട്ട് തിരിച്ചെത്തുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. എന്തായാലും ഈ ജലപീരങ്കിയിൽ നിന്ന് വരുന്ന വെള്ളം മേത്താക്കുന്നതിൽ ഈ പ്രവർത്തകർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് തോന്നുന്നു. അവർ അതുകൊണ്ട് തന്നെയാണ് ഈ ജലപീരങ്കി വരുമ്പോൾ ഒഴിഞ്ഞു മാറുന്നത്. പൊതുവെ ഇത്തരം സമരങ്ങളിൽ ജലപീരങ്കിക്കും മറ്റും മുമ്പിൽ പ്രവർത്തകർ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാറുള്ളത്. പക്ഷേ ഇവിടെ ഇവർ വലിയ സമരം എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ ജലപീരങ്കിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മൾ കുറച്ചു മുമ്പ് കണ്ടത്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോയിട്ടില്ല. അവർ ഇവിടെ തന്നെയുണ്ട്. ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പോകാനുള്ള ശ്രമമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇവിടെ ഒരു ബാരിക്കേഡ് വെച്ചതിന് സമാനമായി അടുത്ത് തന്നെ ചെറിയൊരു വിടവുണ്ട്. ആ വിടവിലൂടെ ഉള്ളിലോട്ട് കയറാനുള്ള ശ്രമമാണ് നിലവിൽ പ്രവർത്തകർ നടത്തുന്നത്. അവിടെ ആ ബാരിക്കേഡിനടുത്ത് അവരെല്ലാം തന്നെ കൂടി നിൽക്കുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അതുവഴി ഉള്ളിലേക്ക് കയറാനാണ് അവർ ഒരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ പ്രവർത്തകരും അവിടെ നിന്നുകൊണ്ട് മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ചില പ്രവർത്തകർ ബാരിക്കേഡിന് ഇടയിലൂടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അവർ 2 ബാരിക്കേഡിന് ഇടയിലുള്ള ഒരു സ്ഥലത്താണ് നിലവിൽ നിൽക്കുന്നത്. എന്തായാലും പ്രവർത്തകരുടെ പ്രതിഷേധം തുടരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് കയറിയ പ്രവർത്തകരും പോലീസും തമ്മിൽ ചെറിയ ഉന്തും തള്ളുമൊക്കെ നടക്കുന്നുണ്ട്. പക്ഷെ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല. ഈ 2.5 വയസ്സുകാരിക്ക് ശിശുക്ഷേമ സമിതി വലിയ പീഡനം നേരിട്ടതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണിത്. ശിശുക്ഷേമ സമിതി സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ രാജിവെക്കണമെന്നൊരു ആവശ്യമാണ് ഈ പ്രവർത്തകർ ഉന്നയിക്കുന്നത്. മഹിളാ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ മഹിളാ കോൺഗ്രസിന്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധം. നിലവിൽ സ്ഥലത്ത് സംഘർഷ സാധ്യതയില്ല. പോലീസ് ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പക്ഷേ പ്രവർത്തകർ ഈ ജലപീരങ്കി പ്രയോഗിച്ച ഘട്ടത്തിൽ പിരിഞ്ഞുപോയെങ്കിലും അതിനുശേഷം വീണ്ടും സ്ഥലത്തെത്തി ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചില പ്രവർത്തകർ ആ ബാരിക്കേഡിനുള്ളിൽ എത്തിയിട്ടുണ്ട്. അവർ പോലീസുമായി ചെറിയ തോതിൽ ഒരു ഏറ്റുമുട്ടൽ നടക്കുന്നു. മറ്റ് ചില പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അവർ ബാരിക്കേഡിന് മുകളിലൂടെ മറികടന്ന് ഉള്ളിലേക്ക് കയറാനുള്ള ശ്രമമാണ്. ഒരു ബാരിക്കേഡിന് മുകളിൽ വലിഞ്ഞു കയറുന്നത് ദൃശ്യത്തിൽ കാണാം. അവിടെ പോലീസുകാർ ഈ പ്രവർത്തകരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടത്തുന്നുണ്ട്. എന്തായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഈ ശിശുക്ഷേമ സമിതിക്ക് സമീപത്തുള്ളത്. എന്തായാലും പോലീസ് കൃത്യമായ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. വനിതാ പോലീസ് ഉൾപ്പെടെ ഇവിടെ വിന്യസിച്ചു. ജലപീരങ്കി ഉൾപ്പെടെ ഉള്ള സംവിധാനങ്ങൾ നേരത്തെ പോലീസ് ഒരുക്കിയിരുന്നു. എന്തായാലും പ്രവർത്തകരെ ഉള്ളിലേക്ക് വിടില്ലെന്നൊരു ഉറച്ച തീരുമാനത്തിലാണ് പോലീസ്. 2 റൗണ്ട് ജലപീരങ്കിലേക്ക് പോലീസ് കടക്കുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് വീണ്ടും 2 റൗണ്ട് പീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കത്തിലാണ് പോലീസ്. അതുമായി ബന്ധപ്പെട്ട സൈറൻ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. എന്തായാലും ഈ പ്രവർത്തകർ ഈ ജലപീരങ്കിയുടെ സൈറൻ കേട്ടതോടുകൂടി ബാരിക്കേഡിന് മുന്നിൽ ഉണ്ടായിരുന്ന പ്രവർത്തകർ എന്തായാലും വീണ്ടും സൈഡിലേക്ക് മാറി നിന്നിട്ടുണ്ട്. എന്തായാലും ഇവിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്കുതർക്കം ഉണ്ടാകുന്നു. സംഘർഷത്തിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ ജലപീരങ്കി പ്രയോഗം എത്തുമ്പോൾ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡിന് മുമ്പിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു കാഴ്ച നമ്മൾ 2ാം തവണയാണ് കാണുന്നത്. എന്തായാലും 2 റൗണ്ട് ജലപീരങ്കി പോലീസ് പ്രയോഗിച്ചിട്ടില്ല. പക്ഷെ അതിന്റെ സൈറൻ വരുൺ എന്ന് പറയുന്ന ആ വാഹനത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ 7 നിമിഷവും ഒരു ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാം. പ്രവർത്തകരെ പിരിച്ചുവിടുക എന്ന് തന്നെയാണ് പോലീസിന്റെ ലക്ഷ്യം. ഒരു തരത്തിലും പ്രവർത്തകരെ പ്രകോപിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയിട്ടില്ല. വളരെ സംയമനപരമായിക്കൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ് പോലീസ് ഉള്ളത്. ഇവിടെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുണ്ട്. ഈ പ്രവർത്തകർ നമുക്ക് ദൃശ്യങ്ങളിൽ നിലവിൽ കാണാം. ഈ മതില് ചാടി ബാരിക്കേഡ് മറികടക്കാനുള്ള ഒരു ശ്രമമാണ് ചില പ്രവർത്തകർ നടത്തുന്നത്. അത്തരത്തിൽ വളരെ ചെറിയ തോതിൽ അങ്ങോട്ട് ഉള്ളിലേക്ക് എങ്ങനെയെങ്കിലും ബാരിക്കേഡ് മറികടന്ന് കിടക്കാം എന്നുള്ള ഒരു ശ്രമം മാത്രമാണ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ട്. അത് കൃത്യമായിട്ട് വനിതാ പോലീസുകാർ അത്
മറികടക്കുകയും ചെയ്തു. എന്തായാലും ആ പ്രവർത്തകർ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ചില പ്രവർത്തകർ ഉള്ളിലേക്ക് കടക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ നിലവിൽ കാണുന്നത്. വനിതാ പോലീസുകാർ ഈ പ്രവർത്തകരെ പ്രതിരോധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലെത്തിയ പ്രവർത്തകരെ പോലീസ് പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു. പക്ഷെ ചില പ്രവർത്തകർ അങ്ങോട്ട് ഉള്ളിലേക്ക് ബാരിക്കേഡ് മറികടന്ന് ഓടി ശിശുക്ഷേമ സമിതിയിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ശിശുക്ഷേമ സമിതിക്ക് മുന്നിലും പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്. എന്തായാലും പോലീസിന്റെ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ ഉള്ളിലേക്ക് കടന്നിരിക്കുന്നു. പോലീസ് വലിയ തോതിലുള്ള ജലപീരങ്കി പ്രയോഗമാണ് ഇവിടെ പ്രവർത്തകർക്ക് നേരെ നടത്തുന്നത്. പ്രവർത്തകർക്ക് നേരെ വലിയ തോതിലുള്ള ജലപീരങ്കി പ്രയോഗം പോലീസിന്റെ ഭാഗത്തുണ്ടാകുന്നു. പ്രവർത്തകരെ പിരിച്ചുവിടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പോലീസ് ഇത്തരത്തിൽ ഒരു ജലപീരങ്കി പ്രയോഗം നടത്തുന്നത്. എന്തായാലും പ്രവർത്തകർക്ക് നേരെ പോലീസ് വീണ്ടും രണ്ടാം വട്ടവും ജലപീരങ്കി പ്രയോഗിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോയിട്ടില്ല. ചില പ്രവർത്തകർ അല്പസമയം മുമ്പ് ബാരിക്കേഡ് മറികടന്ന് ശിശുക്ഷേമ സമിതിക്കുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ ഗേറ്റിന് മുന്നിൽ വെച്ചുകൊണ്ട് ഈ പ്രവർത്തകരെ പോലീസ് നിലവിൽ തടഞ്ഞിട്ടുണ്ട്. ഇവർക്കുള്ളിൽ കയറാനായിട്ടില്ല. പക്ഷേ ഒരു കൂട്ടം പ്രവർത്തകർ ഇപ്പോഴും ബാരിക്കേഡിന് മുന്നിലുണ്ട്. അവർ പ്രതിഷേധിക്കുന്നുണ്ട്, മുദ്രാവാക്യം വിളിക്കുന്നുണ്ട്, പിരിഞ്ഞു പോകില്ലെന്ന് പറയുന്നുണ്ട്. എന്തായാലും ശരി, എ വി ജയശങ്കറാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ശിശുക്ഷേമ സമിതിക്ക് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൈക്കാട് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി ഉപദ്രവിച്ച സംഭവത്തിലുള്ള മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധം. അതിൽ പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തിൽ മുറിവേൽപ്പിച്ച സംഭവം അത് വലിയ വിവാദമായി നിൽക്കുന്ന പശ്ചാത്തലം, സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം പ്രതിപക്ഷം ഉയർത്തുന്ന പശ്ചാത്തലം. അതിനിടയിൽ മഹിളാ കോൺഗ്രസിന്റെ ശിശുക്ഷേമ സമിതിയിലേക്കുള്ള മാർച്ച് അത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞിരിക്കുന്നു. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. അതിനിടയിൽ ചിലർ ബാരിക്കേഡുകൾ മറികടന്ന് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിലേക്ക് ഓടിപ്പോയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ പ്രതിഷേധം തുടരുകയാണ്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ജലപീരങ്കി വീണ്ടും പോലീസ് പ്രയോഗിച്ചിരിക്കുന്നുവെന്ന് മനസ്സിലാക്കുന്നു. തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് നടപടി ഉണ്ടായിട്ടുണ്ട്. 3 ആയമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. കുട്ടി കിടക്കയിൽ മൂത്രമൊഴിച്ചതിനാണ് ആയമാർ ഉപദ്രവിച്ചത് എന്നുള്ള പരാതിയാണ് ഉയർന്നു വന്നിരിക്കുന്നത്. അതിൻ്റെ പേരിൽ നടപടി ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ശിശുക്ഷേമ സമിതിയുടെ അതിൻ്റെ പ്രവർത്തനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള സർക്കാരിൻ്റെ ഇടപെടലിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ മഹിളാ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് നടക്കുന്നത്. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി നൽകിയ പരാതി, അതിനെ തുടർന്നാണ് ഈ വിഷയം പുറത്തേക്ക് വരുന്നത്. വർഷങ്ങളായി താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർക്കെതിരെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ പേർക്കെതിരെ നടപടി വേണം എന്നുള്ള ആവശ്യം ഇന്നലെ തന്നെ ഉയർന്നു കേട്ടതാണ്. സർക്കാരിൻ്റെ വീഴ്ച പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്ന ഒരു ഘട്ടം കൂടിയാണ്. അതിനിടയിലാണ് മഹിളാ കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇപ്പോൾ നടക്കുന്നത്. ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഈ പോലീസ് നടപടിയിൽ ചില പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്നുണ്ട്. പോലീസ് നടപടി എന്നാൽ അത് പോലീസ് 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. 2 or 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. പ്രവർത്തകർ മാറുന്നതിനിടയിൽ വീണ് പരിക്കേറ്റതാണ് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. തത്സമയ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൂടി. പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അതിനിടയിൽ ചില പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മതിൽ ചാടി ബാരിക്കേഡ് മറികടന്ന് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിനകത്തേക്ക് പോയിട്ടുണ്ട്. അവരെ അവിടെ എത്തുന്നതിന് മുമ്പ് തടഞ്ഞോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. എ വി ജയശങ്കർ വിവരങ്ങളുമായി ചേരുന്നു. ജയശങ്കർ, എന്താണ് പുതിയ വിവരങ്ങൾ? ജയശങ്കർ, അറിയിച്ചിട്ട് പോലീസ് 3-ാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചു. ഈ ജലപീരങ്കി പ്രയോഗത്തിൽ ചില പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. പൊടുന്നനെ ജലപീരങ്കിയിൽ നിന്ന് വെള്ളം വന്നപ്പോൾ ഇവർ നിലത്ത് വഴുതി വീഴുന്ന ഒരു സാഹചര്യമാണ്. ഇതിലാണ് ഇപ്പോൾ നിലവിൽ 2 പ്രവർത്തകർക്ക് സാരമായ പരിക്കുള്ളത്. എന്തായാലും ഈ പരിക്ക് പറ്റിയ പ്രവർത്തകരുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ എല്ലാ പ്രവർത്തകരും ബാരിക്കേഡിനടുത്ത് നിന്ന് മാറി ഈ പരിക്കേറ്റ പ്രവർത്തകർക്ക് അടുത്ത് നിന്നുകൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ വലിയ തോതിൽ മുദ്രാവാക്യം വിളിക്കുകയാണ്. അവർ തങ്ങളുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ച് പ്രവർത്തകർ അല്പസമയം മുമ്പാണ് ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് ശിശുക്ഷേമ സമിതി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയത്. അവരെ എന്തായാലും ഗേറ്റിന് മുന്നിൽ വെച്ച് തന്നെ പോലീസ് തടയുകയുണ്ടായി. അവിടെയും കൃത്യമായ വനിതാ പോലീസ് ഉൾപ്പെടെ വലിയ സന്നാഹം പോലീസ് ഒരുക്കിയിരുന്നു. കാരണം ഈ ശിശുക്ഷേമ സമിതിയിലേക്ക് ഒന്നിൽ കൂടുതൽ വഴികളുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാ വഴികളും എ വി ജയശങ്കർ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിന് മുമ്പിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. മഹിളാ കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞിനെ ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനും 3 ആയമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇവർക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഡിസംബർ 1-നാണ് ഇത് സംബന്ധിച്ചുള്ള വിവരം പോലീസിൽ അറിയിക്കുന്നത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2.5 വയസ്സുകാരിയുടെയും 1 വയസ്സുകാരൻ്റെയും സംരക്ഷണം ഏറ്റെടുത്താണ് ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്നത്. അതിനിടയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അതിക്രൂരമായ
ഉപദ്രവമാണ് ഒരു പിഞ്ചു കുഞ്ഞിന് നേരെ 2.5 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിന് നേരെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഗുരുതരമായ വീഴ്ച പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് കടുത്ത നടപടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്തിരുന്നു. അതിൽ തന്നെ 3 ആയമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 3 പേർക്കുമെതിരെ പോക്സോ വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. ഈ സംഭവം മറച്ചുവെച്ചതിനാണ് ചിലർക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത്. 7 പേരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുന്ന നടപടിയിലേക്ക് ഇതിനോടകം കടന്നിട്ടുണ്ട്. പക്ഷേ കൂടുതൽ പേർക്കെതിരെ നടപടി വേണം. ശിശുക്ഷേമ സമിതിയുടെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ഗുരുതരമായ അലംഭാവം തുടർച്ചയായി ശിശുക്ഷേമ സമിതിയിൽ ഉണ്ടാകുന്നു എന്നുള്ള വിമർശനം ഇതൊക്കെ പ്രതിപക്ഷം ഈ ഘട്ടത്തിൽ ഉയർത്തുന്നതാണ്. അതിനിടയിലാണ് ഒരു പ്രത്യക്ഷ പ്രതിഷേധം എന്നുള്ള നിലയിൽ മഹിളാ കോൺഗ്രസിന്റെ മാർച്ച് ശിശുക്ഷേമ സമിതി ഓഫീസിലേക്ക് നടന്നത്. അല്പസമയം മുമ്പ് ആരംഭിച്ച മാർച്ച് പോലീസ് ബാരിക്കേഡ് വെച്ച് തടയുകയായിരുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. തുടർന്ന് 3 തവണ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ചില പ്രവർത്തകർ താഴെ വീണ് പരിക്കേറ്റിട്ടുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ് പ്രവർത്തകർ. AV ജയശങ്കർ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ജയശങ്കർ, ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് ജയശങ്കർ? അതായത് റീജിത്ത്, പ്രവർത്തകർ ഇതുവരെ പിരിഞ്ഞു പോയിട്ടില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ ജലപീരങ്കി പ്രയോഗിക്കുന്നതിനിടെ പരിക്ക് പറ്റിയ പ്രവർത്തകർ ഇപ്പോൾ അവിടെ ഇരുന്ന് അവർക്ക് ചുറ്റുമിരുന്നാണ് ഇവർ എന്തായാലും പ്രതിഷേധിക്കുന്നത്. 2 പ്രവർത്തകർക്കാണ് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ സാരമായ പരിക്ക് പറ്റിയത്. ഒരു ദൃശ്യങ്ങളിൽ കാണാൻ ഒരു പ്രവർത്തകയ്ക്ക് കാലിനുൾപ്പെടെ പരിക്കുണ്ട്. അവരവിടെ ഇരിക്കുന്നു. ഇപ്പോൾ ഈ പരിക്ക് പറ്റിയ പ്രവർത്തകയ്ക്ക് ചുറ്റുമിരുന്നുകൊണ്ടാണ് ഈ പ്രവർത്തകർ നിലവിൽ മുദ്രാവാക്യം വിളിക്കുന്നത്. അവർ ബാരിക്കേഡിനടുത്തേക്കോ മറ്റു തരത്തിലുള്ള പ്രതിഷേധങ്ങളിലേക്കോ നിലവിൽ നീങ്ങുന്നില്ല. എന്തായാലും ഇവിടെ സ്ഥിതിഗതികൾ നിലവിൽ ശാന്തമാണ്. മറ്റു തരത്തിലുള്ള പ്രകോപനങ്ങളിലേക്ക് പ്രവർത്തകർ നീങ്ങിയിട്ടില്ല. പോലീസും വളരെയധികം ശാന്തരാണ്. വലിയ തോതിൽ വനിതാ പോലീസുകാർ ഉൾപ്പെടെ വിന്യസിച്ചുകൊണ്ട് വലിയ സുരക്ഷയാണ് ഇവിടെ പോലീസ് ഒരുക്കിയിരുന്നത്. എന്തായാലും പ്രവർത്തകർ യോഗത്തിൽ പ്രവർത്തകർ ഏറെക്കുറെ തങ്ങളുടെ പ്രതിഷേധം മറ്റൊരു തരത്തിലേക്ക് മാറിയിരിക്കുന്നു. ജലപീരങ്കിയുടെ അടുത്ത് നിന്ന് അവർ മാറിയിട്ടുണ്ട്. 2 പ്രവർത്തകർക്കാണ് ഈ ജലപീരങ്കി പ്രയോഗത്തിൽ സാരമായ പരിക്കുകൾ പറ്റിയത്. പെട്ടെന്ന് ജലപീരങ്കിയിൽ നിന്ന് ജലം വന്നപ്പോൾ ഇവർ തെന്നി റോഡിൽ വീഴുകയായിരുന്നു. ഈ ഘട്ടത്തിലാണ് 2 പ്രവർത്തകർക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതിന് കുറച്ചു മുമ്പാണ് കുറച്ച് പ്രവർത്തകർ ഇവിടെ ഉണ്ടായിരുന്ന ചെറിയ മതിൽ ചാടിക്കൊണ്ട് ഈ ബാരിക്കേഡിന് അപ്പുറത്തേക്ക് കടന്ന് ശിശുക്ഷേമ സമിതി ലക്ഷ്യമാക്കി മുന്നോട്ട് പോയത്. ഇവരെന്തായാലും ഈ സമിതിയുടെ കവാടത്തിന് മുന്നിൽ വെച്ച് പോലീസ് തടഞ്ഞു. സമിതിക്ക് മുന്നിലും സമിതി ഓഫീസിന് മുന്നിലും വലിയ തോതിലുള്ള സുരക്ഷാ സംവിധാനം പോലീസ് ഒരുക്കിയിരുന്നു. വലിയ തോതിൽ നഗരത്തിലെ തന്നെ മറ്റു സ്റ്റേഷനുകളിൽ നിന്ന് പോലീസുകാരെ എത്തിച്ചുകൊണ്ട് വലിയ ക്രമീകരണം ഈ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഒരുക്കിയിരുന്നു. അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഓഫീസിന് ഒരു സംരക്ഷണം ഒരുക്കി. പ്രവർത്തകർ തടയാൻ ബാരിക്കേഡ് ഒരുക്കി. ഒപ്പം ജലപീരങ്കി ഉൾപ്പെടെയുള്ള പ്രതിരോധ സംവിധാനങ്ങളും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എന്തായാലും ഈ മഹിളാ കോൺഗ്രസ് പ്രവർത്തകരുടെ പ്രതിഷേധം നിലവിൽ ഈ KSTPA യുടെ സ്റ്റേറ്റ് കമ്മിറ്റി ഓഫീസിന് മുന്നിൽ തുടരുകയാണ്.